ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയും 2 ഉരുളൻകിഴങ്ങും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ചായക്കൊപ്പവും അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് അത് 2 ഉരുളൻകിഴങ്ങ് ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ ഒരു 3-4 വിസിൽ വന്നതുകൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് ഇങ്ങനെ നന്നായിട്ട് കുക്കായി പൊടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ആ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊരു ഉരുളൻകിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തീരെ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് തീരെ കട്ടകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് സുഖമായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അരക്കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി നമ്മളൊന്ന് വാട്ടിയെടുക്കാനാണ് ഈ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഓയിൽ ചേർത്തിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇതൊന്ന് വാട്ടിയെടുക്കേണ്ടത്. അത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മളിത് വെള്ളം തിളച്ച് അരിപ്പൊടി ഇടുന്നത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അതേ കൈ കൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല തിളച്ച ചൂടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, ആ ഒരു ചൂട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ ഉടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ചിലർക്ക് ഈ ഒരു സ്നാക്ക് കുറച്ച് എരിവിനോട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളൻകിഴങ്ങിൻ്റെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിലൊട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായിട്ടും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കണ്ട. ആ ഉരുളൻകിഴങ്ങിൻ്റെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിന് നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് എന്നോ അല്ലെങ്കിൽ കുറുകുറു എന്നോ ഒക്കെ പറയാം. കുറുകുറുവിൻ്റെ അതേ ടേസ്റ്റ് അല്ലെങ്കിലും ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെയാണ്. നമ്മൾ ചാട്ട് മസാലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 2 ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്കോ ചായക്കടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വെറുതെ നടക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായ സമയത്ത് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ മുതലാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ആദ്യം മുതൽ അവസാനം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാനും മറക്കരുത്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് കഴിഞ്ഞില്ല, ഇതിലേക്ക് നമുക്കൊരു മസാല കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ മസാല കൂടി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. അതേ മുഴുവനും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല തയ്യാറാക്കാണ്ട് ഇതേപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. ഫ്ലേവറിനനുസരിച്ച് 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വരുന്ന മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു അല്പം കറിവേപ്പില കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ എണ്ണയിൽ.
അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.